ദൈവമേ, കഴിഞ്ഞ തവണത്തെ പിള്ളേരെല്ലാം ഇപ്പൊ LKG ചേരാൻ പോയിട്ടുണ്ട്. ഈ പ്രവേശനോത്സവത്തിനെങ്കിലും പറഞ്ഞാൽ കേൾക്കണം, മിടുക്കരായിട്ടുള്ള പിള്ളേർ വന്നാൽ മതി. അല്ലേ ജമീല? പിള്ളേരല്ലേ സുമതി ടീച്ചറെ, ഒക്കെ കുരുത്തം കെട്ടതായിരിക്കും. ദേഷ്യപ്പെടാതെ നടക്ക് ചെയ്യാ. ആഹാ, ഞങ്ങളുടെ അംഗനവാടിയിൽ ആദ്യത്തെ സുന്ദരി വന്നല്ലോ. ആര് പറഞ്ഞു സുന്ദരി അല്ലാന്ന്? നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇന്നാ ലഡു കഴിക്കേ. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല ടീക്കുട്ടി. ടീച്ചർ ഇവക്ക് പഠിക്കാൻ പോകാനൊക്കെ ഭയങ്കര മടിയാ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നേ. ടീച്ചർ ഇവള് പറയണതൊന്നും കാര്യമൊക്കെ അല്ലേ. കുട്ടികളല്ലേ ടീക്കുട്ടിയുടെ അമ്മ, അതൊന്നും സാരിയില്ല, ഞാൻ നേരെ ആക്കിക്കോളാം. ടീക്കുട്ടി മോളെ ഇങ്ങ് വാ. ടീക്കുട്ടി, ഞാൻ ജമീലാൻറ്റി ആട്ടോ, കുട്ടിയുടെ ജമീലാൻറ്റി. ഇന്നാ ലഡു കഴിക്കേ. എനിക്ക് ലഡു വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാരയില്ല, ലഡു വേണ്ടെങ്കിൽ കഴിക്കണ്ട. ടീക്കുട്ടിയുടെ അമ്മ അകത്താണ് ക്ലാസ് റൂം. ഫസ്റ്റ് ദിവസം ഇതുകൊണ്ട് അമ്മമാർക്കും കൂടെ ഇരിക്കാട്ടോ. അകത്തോട്ട് കയറിയിരുന്നോ? അത് നന്നായി ടീച്ചറെ, ഞങ്ങൾ എന്നാ അകത്ത് കയറി ഇരിക്കാം. എന്റെ പൊന്നു ടീച്ചറെ, ആദ്യം വന്ന കൊച്ചു തന്നെ നല്ല വാശിക്കാരിയാ. അടുത്തതാരാന്ന് നോക്കാം. ടീച്ചറെ. എടക്കേശു, നീയോ? നീ LKG ചേർന്നില്ലേ? ഇല്ല ടീച്ചറെ. അതെന്താടാ ചെക്ക? എനിക്ക് അംഗനവാടി മതി. അത് എന്റെ പൊന്നു മിസ്സേ, ഇവനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോഴാണ് LKGയിൽ ചേർക്കേണ്ട വയസ്സാകാൻ ഇനിയും 4 മാസമുണ്ട്. അഡ്മിഷൻ കിട്ടില്ല, അടുത്ത ജൂണിൽ ഇരുത്തിയാൽ മതി എന്ന് അവര് പറയുന്നേ. ഞങ്ങൾ കുറെ പറഞ്ഞു, അത് നിയമത്തിനെതിരാന്നാ പറയുന്നേ. അതുകൊണ്ട് പിന്നെ ഈ കൊല്ലവും കൂടി അവർ അംഗനവാടി വരട്ടെ എന്ന് കരുതി. അതെന്തായാലും നന്നായി. ഹായ് ലഡു. അയ്യോടെ, മുഴുവൻ കൂടി എടുക്കല്ലേ. ഇത് കുറെ ഉണ്ടല്ല ടീച്ചറെ, പുതിയ പിള്ളേർക്കല്ലേ. എന്നാ ശരി ടീച്ചറെ, ഞാൻ പോകുന്നു. അല്ല, പോകാൻ വരട്ടെ. ഇന്ന് പ്രവേശനോത്സവം അല്ലേ, പാരന്റ്സിനും കൂടി ഇരിക്കാട്ടോ ഇന്ന് ഉച്ചവരെ. അതിന് ഇവൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ടീച്ചറെ, ഇവൻ 2ാമത്തെ കൊല്ലമല്ലേ. പുതിയ പിള്ളേർക്കല്ലേ പ്രവേശനോത്സവവും. അവരുടെ അച്ഛനമ്മമാരൊക്കെ ഇരിക്കട്ടെ, ആ കുട്ടികൾ കരയില്ലേ. ഇവൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ ഭയങ്കര ഇഷ്ടാ. പപ്പ പോക്ക്, ഞാൻ ഒറ്റക്ക് ഇവിടെ നിന്നോളാം. ശരി ടീച്ചറെ, ഞാൻ ഇറങ്ങുന്നു. ഓ, രക്ഷപ്പെട്ടു. ഇങ്ങോട്ടാ ടീച്ചറെ ലഡു. ഇതെന്താ ലഡു പിടിച്ച് വലിച്ചോ? എടാ വിട്ടേ, ഇത് നിനക്ക് മാത്രം തിന്നാനുള്ളതല്ല. ഇവൻ ഇതിപ്പോ താഴെ ഇടുവല്ലോ. എന്റെ പൊന്നു കേശു, നീ ഒന്ന് പറഞ്ഞാ കേക്ക്. ആ ലഡുന്ന് വിടടാ. ഓ ശരിയാ, വിട്ടേക്കാം. ഹായ്, ഇതെന്താ ടീച്ചറെ? അടച്ചോനെ, ഇവൻ ബലൂണിലോട്ടാണല്ലോ നോക്കണത്. അതല്ല, ഇന്ന് പൊട്ടിച്ചത് തന്നെ. അതെന്താ നിനക്ക് അറിയില്ല കേശു? എന്തോരം ബലൂല, ഞാൻ എടുത്തോട്ടെ. വേണ്ട വേണ്ട, ഇന്ന് പ്രവേശനോത്സവം അല്ലേ, ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാ. നീ ഒന്ന് എടുക്കല്ലേ ഇപ്പൊ. ഒന്നെന്താ ടീച്ചറെ? എടാ കേശു, അതൊക്കെ പിന്നെ, ആദ്യം പ്രവേശനോത്സവം ഒന്ന് കഴിയട്ടെ. നീ അകത്ത് റൂമിലോട്ട് കയറി ഇരിക്കേ. എടുത്തോളാം. ഇതില് ഏത് ബലൂണ ഇവിടെ എടുക്കുക? എന്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പ്രവേശനോത്സവത്തിന്റെ ദിവസം തന്നെ ഇവൻ നിന്നെ തൊല താഴെ വീണ. എടാ ഇങ്ങോട്ട് ഇറങ്ങട താഴോട്ട്. എടാ കേശു, താഴോട്ട് ഇറങ്ങാൻ. ബലൂൺ എടുത്തോട്ട് ഇപ്പൊ ഇറങ്ങാ ടീച്ചറെ. എടാ, അത് ഡെക്കറേഷൻ വെച്ചേക്കുവാ, കളിക്കാൻ വെച്ചേക്കണല്ല. അത് ഞാൻ നോക്കട്ടെ. ഓ, കുരുത്തം കേട്ട ചെക്കൻ. വീഴത്തില്ല. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ നിലത്ത് വീഴട്ടെ, എന്നാലേ പഠിക്കൂ. എന്റെ പൊന്നു സുമതി ടീച്ചറെ, ഇന്ന് പ്രവേശനോത്സവം ഉണ്ടാ. പ്രവേശനോത്സവത്തിന്റെ അന്ന് തന്നെ കൊച്ചു താഴെ വീണാലേ കൊച്ചിനെ നോക്കിയില്ലെന്നും പറഞ്ഞ എല്ലാ അമ്മമാരും കൂടി വന്ന് ടീച്ചറിന്റെ മെക്കിട്ട് കയറും. എന്റെ ദൈവമേ, അത് ശരിയാണല്ലോ. ആ വടി എവിടെ? ഓ, അംഗനവാടിയിൽ വടിയെടുത്ത അതും പ്രശ്ന. എടാ, നീ അത് മുഴുവൻ എടുത്തോ? ഞാൻ കളിച്ചിട്ട് തരാ. ആ, അവൻ ഓടി. ഇവൻ ആ ബലൂണായിട്ട് അങ്ങോട്ട് ഓടിയോ? ഈ ബലൂൺ കണ്ടിട്ട് മറ്റു കുട്ടികളും കരയില്ലേ. ഇവനെ ഞാൻ എന്താ ചെയ്യാ? ഇതാരേ കരഞ്ഞോണ്ട് വരുന്നേ? ഹായ് ടീച്ചർ, ഈ കുട്ടി ഇറങ്ങിയപ്പോ മുതൽ കരച്ചിലാണ്. അത് സാരയില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, പേരെന്താ? എന്റെ പേര് സാൻവിക. ഇതെന്റെ മോള് റിയ. ഞങ്ങള് പുറത്താണ്, UK-യിലാണ് സെറ്റിൽഡ്. ഞാൻ നേഴ്സാണ്. 3 മാസം ലീവിന് വന്നതാ. അപ്പൊ എന്റെ മോളെ 3 മാസത്തേക്ക് ഇവിടുത്തെ അംഗനവാടി ചേർക്കാന്ന് കരുതി. അയ്യോ റിയ മോളെ, അങ്ങനെയൊന്നും പറയാതെ. ഇവിടെ എന്തോരം കൂട്ടുകാരുണ്ടെന്ന് അറിയോ? നോക്കി നിൽക്കാതെ കൊച്ചിന് ലഡു കൊടുത്താട്ടെ. ലഡു കഴിക്കും മോളെ. ഓ നോ, ഞങ്ങള് കുട്ടികൾക്ക് സ്വീറ്റ്സ് ഒന്നും കൊടുക്കാറില്ല. ഇതൊക്കെ കുട്ടികൾക്ക് കഴിക്കുന്നത് ആരോഗ്യമല്ല, ഹെൽത്തി അല്ല. ഞങ്ങൾ ഹെൽത്തി ഫുഡ് മാത്രം കൊടുക്കൂ, ഇതൊന്നും കൊടുക്കണ്ട. ഓക്കെ ഓക്കെ, എന്നാ ആദ്യത്തെ ദിവസമല്ലേ, അകത്തോട്ടിരുന്നാട്ടെ. സാൻവികയും റിയയും അകത്തോട്ടിരുന്നാട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വന്ന ദിവസം തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന്, കുറച്ച് വെയിറ്റ് ചെയ്യൂ. അങ്ങനെയൊന്നും പറയല്ലേ എന്റെ റിയ മോളെ, ഇത് നല്ല സ്കൂളാ. അതാണോ പ്രശ്നം? ഇവിടെ കളിക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ട്. ആന്റി എടുത്തു തരാം. കണ്ടോ, നല്ല അടിപൊളി കുതിരയാ. അംഗനവാടി പ്രവേശനോത്സവം പ്രമാണിച്ചേ പഞ്ചായത്തിൽ നിന്ന് തന്നതാ. കേറി ഇരുന്നോട്ടെ.
വാവ് സോ നൈസ്. റിയമോളെ കേറി ഇരിക്കേ. ആഹാ സുന്ദരിക്കുട്ടി കേറിയിരുന്നല്ലോ. ആഹാ എത്ര നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നേ. ടീച്ചറെ ഞാൻ നിന്നാലാ പ്രശ്നം. ഇവളിങ്ങനെ കളിക്കണേന്റെ ഇടയിൽ കൂടി ഞാൻ പോയിക്കോളാം കേട്ടോ. ഇത് ഫസ്റ്റ് ഡേ അല്ലേ, അമ്മമാർക്കും കൂടെ ഇരിക്കാട്ടോ. അതൊന്നും വേണ്ട ടീച്ചറെ, പ്രശ്നമാകും, ഞാൻ പോയിക്കോളാം. അല്ല എന്താ പാട്ട് നിർത്തി കളഞ്ഞേ, ബാക്കി പാട്. ആഹാ അടിപൊളി, സൂപ്പർ. ആ മമ്മിയൊക്കെ വരും. മമ്മി ബാത്റൂമിൽ പോയതാന്ന് തോന്നുന്നു. മമ്മി ബാത്റൂമിൽ പോയതാന്ന് പറഞ്ഞില്ലേ. റിയക്കുട്ടി അടിക്കോ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. മമ്മി വരും മോളെ. അയ്യോ റിയമോള് ദേഷ്യപ്പെടല്ലേ, മമ്മി ഇപ്പൊ വരൂട്ടോ. എന്റെ പൊന്നു മോളെ, മമ്മീനൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല. മമ്മി അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. മോക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന കുതിരയിൽ ഇരിക്കണ്ടെങ്കിൽ ഇറങ്ങ, നമുക്ക് ക്ലാസ്സിൽ പോവാം. അയ്യോ ചാടിയോ. അയ്യോ ഓടല്ലേ എന്റെ ദൈവം, ഈ കൊച്ചവിടെ നിക്കു കൊച്ചേ. അയ്യോ അയ്യോ അതെ മുറുക്കെ പിടിച്ചോട്ടോ, അത് ഓടും. അയ്യോ എന്റെ പൊന്നെ ഇങ്ങോട്ട് വാ. ദേ ഇവിടെ ക്ലാസ്സിൽ എന്തൊക്കെയാ കളിക്കാനുള്ള നോക്കിയേ. അയ്യോ എന്റെ ചെവി തുളഞ്ഞു. എന്റെ ദൈവമേ, ഇതിന്റെ മമ്മിയാ മുറ്റത്ത് എങ്ങനെ നിക്കണുണ്ടെങ്കിൽ പോയി വിളിക്കെന്റെ പൊന്നെ. അവിടെ നിക്കണ്ട കൊച്ച്. അയ്യോ ഓടിയോ, ഇതെന്തൊരു കൊച്ച്. എന്താ എന്റെ കൊച്ചെന്തേ. എന്റെ പൊന്നെ ടീച്ചറെ, എന്റെ മമ്മി പോയിട്ടുണ്ടായിരുന്നില്ല. അതെ അവിടെ ഒന്ന് വർത്താനം പറയുമായിരുന്നു. അത് അങ്ങോട്ട് മമ്മീനെ കണ്ടത് ഓടി. അതിന്റെ കരച്ചിൽ മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി. ആഹാ ഇതാരാ. ആഹാ ഇതാരോ, കുഞ്ഞാവയോ? കുഞ്ഞാവയുടെ ചേച്ചിയോ ചേട്ടനോ? ആരാ ഇന്ന് അംഗനവാടി ചേരുന്നേ? അയ്യോ ചേട്ടനും ചേച്ചിയല്ല, ഈ കുഞ്ഞാവ് തന്നെയാ ഇന്ന് അംഗനവാടി ചേരുന്നേ. അഭിമോള്, അഭിരാമി. അയ്യോ ഈ കുട്ടിയോ? ഇത് തീരെ ചെറുതല്ല. അത്ര ചെറുതൊന്നുമല്ല. അഭിമോള് ചെറുതാ, കുഞ്ഞാവയാ. നേരാണല്ലോ, ഇത് കുഞ്ഞുമാവയാണല്ലോ. ഇതിനെ അംഗനവാടി ചേർക്കാൻ കൊണ്ടുവരുന്നത്. പൊന്നു ടീച്ചറെ പറ്റില്ലെന്ന് പറയരുത്. അഭിമോൾ അത്ര കുഞ്ഞൊന്നുമല്ല, 2.25 വയസ്സായി. വീട്ടിലെ ഞാനും ഭാര്യയും ജോലിക്ക് പോകും. അപ്പോൾ കുഞ്ഞൊറ്റക്ക ഡേ കെയറിലാക്കാൻ അത്ര ഞങ്ങൾക്ക് ടെൻഷനാണ്. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. 2.25 വയസ്സോ? അംഗനവാടിയിൽ ഇരുത്തുന്നത് 3 വയസ്സിലാണ്. പോട്ടെ, ഒരു 2.25 വയസ്സ് കഴിഞ്ഞെങ്കിലും നമുക്ക് നോക്കായിരുന്നു. ഇത്രയും കുഞ്ഞു കൊച്ചിനെ ഞാനിങ്ങനെ ഇരുത്താനാ? ടീച്ചർ എങ്ങനെയെങ്കിലും പ്ലീസ്. അഭിമോൾക്ക് വീട്ടിലിരുന്നാ മതി. അഭിമോളെ ഇവിടെ കുറെ കൂട്ടുകാരുണ്ട്. അഭിമോളുടെ അച്ഛനോട് പറയുന്ന കേക്ക്. 2.25 വയസ്സല്ലേ ആയുള്ളൂ. 6 മാസം കഴിഞ്ഞ് 2.25 വയസ്സാവില്ലേ. അപ്പൊ കൊണ്ടുവന്നാ മതി. ഒരു 2.5 വയസ്സെങ്കിലും കഴിയാതെ എങ്ങനെയാ? നിങ്ങൾ കുറച്ച് ദിവസം കൂടി ജോലിക്ക് പോകാതെ ലീവ് എടുക്കൂ. ശരിയേ ഇത് പൊടിക്കുഞ്ഞ. ദൈവമേ ഞാനിപ്പോ എന്താ ചെയ്യാ? എന്തായാലും വന്നതല്ലേ, ഫസ്റ്റ് ദിവസം നമുക്ക് ക്ലാസ്സിൽ ഇരുത്തിയേക്കാം. എന്നിട്ടൊരു 6 മാസം കഴിഞ്ഞ് വീണ്ടും റീ അഡ്മിഷൻ എടുത്താൽ മതി കേട്ടോ. എന്നാ അങ്ങനെ ആവട്ടെ. അഭിമോളിങ് വാ. അഭിമോള് വരത്തില്ല. അഭിമോ ഊഞ്ഞാലാടണോ? ഊഞ്ഞാല എവിടെ? ആന്റി കൊണ്ടുവരാട്ടോ. ഇതാണ് ഊഞ്ഞാല, ഇങ്ങോട്ട് ഇരുന്നോട്ടെ. വാച്ചുകൊണ്ട് ഇരുത്താം. എങ്ങനെയുണ്ട് അഭിമോളെ? അടിപൊളി. ആഹാ മോള് പെട്ടെന്ന് ഹാപ്പി ആയല്ലോ. എന്നാ ഇന്നൊരു ദിവസം ഇരിക്കട്ടെ, എന്നിട്ട് 6 മാസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഇല്ല, അഭിമോൾക്ക് എന്നും ഇവിടെ വരണം. ആഹാ അത് കൊള്ളാലോ. അഭിമോൾക്ക് ഇഷ്ടായി. രക്ഷപ്പെട്ടു.